അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അതിപ്പോഴും ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു കേസ് ആയിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത തന്നെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടുന്ന ഒന്നാണ്. കാരണം SFIO അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ നിലവിലൊരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് വിധി പറയേണ്ടുന്ന ഘട്ടം വരുന്ന സന്ദർഭത്തിലാണ് ആ കേസ് കേട്ടുകൊണ്ടിരുന്ന ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയത്. അങ്ങനെ സ്ഥലം മാറിപ്പോയപ്പോൾ ആ ജഡ്ജി തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് പറഞ്ഞത് ഈ കേസ് തുടർ വാദം കേൾക്കുന്നതിന് പുതിയ ജസ്റ്റിസിനെ നിശ്ചയിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പുതിയ ജസ്റ്റിസിനെ നിയമിച്ചു ജൂലൈ മാസം കേസ് വിശദമായിട്ട് കേൾക്കാം എന്ന് കോടതി പറഞ്ഞതിന് ശേഷം അതിനിടയിൽ SFIO ഇങ്ങനെയൊരു നാടകം നടത്തിയതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ്. ഒരു നിയമപരമായിട്ടുള്ള നിലപാടുമല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ലോകത്തിന് മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കേട്ടെ, അതിനുശേഷം ചോദിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കേസ് അനുവദിക്കാൻ പാടില്ല എന്ന നിയമപരമായ ഭരണഘടനാപരമായ തടസ്സവാദത്തെ തള്ളിക്കളയാത്തിടത്തോളം കാലം ഇങ്ങനെയൊരു കേസ് നിലനിൽക്കുന്നതല്ല എന്ന് സാമാന്യ നിയമപരിജ്ഞാനമുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ രാഷ്ട്രീയമായ ഗൂഢോദ്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേസ് മാത്രമാണ് SFIOയുടെ ഭാഗമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഈ കേസ്. ഈ കേസ് വിശദമായിട്ട് കേൾക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തീയതി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്, മാസം തീരുമാനിച്ചിട്ടുണ്ട്. കേസ് കേട്ടുകൊണ്ടിരുന്ന ജഡ്ജി മാറുകയും ചെയ്തു, അലഹാബാദിലേക്ക് പോയി. പുതിയ ജസ്റ്റിസ് ഇപ്പോൾ കൃത്യമായിട്ട് കേസ് കേൾക്കാനുള്ള തീയതി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ വാദം കേൾക്കുന്നതിന് മുമ്പ് SFIO എന്തടിസ്ഥാനത്തിലാണ് ഇമാതിരി ഒരു നിലപാടുമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഗവൺമെൻറ്റോ മുഖ്യമന്ത്രിയോ രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാറുമായിട്ട് ബന്ധപ്പെട്ട് വഴിവിട്ട ഒരു സഹായവും നൽകിയിട്ടില്ല എന്ന് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുക. ഒരു സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കോടതിയുടെ പരാമർശത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിനെതിരായ നിലപാടാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ഭൂമി നൽകുന്നതിന് വേണ്ടി കലക്ടർ നൽകിയിട്ടുള്ള ശുപാർശയെ എതിർത്തുകൊണ്ട് ഭൂമി നൽകിക്കൂടാ എന്ന നിലപാടെടുത്ത ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അതിന് മുമ്പുള്ള ഗവൺമെൻറ് അങ്ങനെയല്ല. അപ്പോൾ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല, ഗൗരവപൂർവ്വം കാണേണ്ടത് 3 കോടതികൾ, 3 വിജിലൻസ് കോടതികൾ. ഏതൊക്കെയാണ് വിജിലൻസ് കോടതി നിങ്ങൾക്കറിയാലോ, പത്രപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് തിരുവനന്തപുരം കോടതി, മറ്റൊന്ന് മൂവാറ്റുപുഴ കോടതി, മറ്റൊന്ന് കോട്ടയം കോടതി. ഈ 3 വിജിലൻസ് കോടതികളും ഈ കേസ് സംബന്ധിച്ച് ഈ രാഷ്ട്രീയമായ ഉന്നത്തിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്, വിശദമായി സ്വീകരിച്ചിട്ടുണ്ട്. 3 കോടതിയും പറഞ്ഞത് മുഖ്യമന്ത്രിയെ പ്രതി ചേർക്കുന്നതിന് അഴിമതി നിരോധന നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുഖ്യമന്ത്രിയെ ഈ കേസുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ഒരു തെളിവുമില്ല, ഒരു കാര്യവും പറയാനില്ല, ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം കൃത്യമായിട്ട് കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഈ 3 കോടതിയും തള്ളിയതിന് ശേഷം ഒരു കോൺഗ്രസ് നേതാവ് MLA തന്നെ എൻ്റെ കയ്യിൽ വലിയ തെളിവുകളുണ്ട്, ഈ കോടതികളൊന്നും തള്ളിയതിനെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോയി. ഇതെല്ലാം വിജിലൻസ് കോടതിയാണ്. ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി വിശദമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം
ഹൈക്കോടതിയുടെ വിധി വന്നു. ആ വിധിയിൽ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയെ പ്രതിയാക്കുന്നതിന് വേണ്ടി പത്രങ്ങളിലും അതുപോലെ തന്നെ വാർത്താമാധ്യമങ്ങളിലും പറയുന്നതിനപ്പുറത്ത് ഒരു തെളിവും ഹാജരാക്കാൻ ഈ MLAക്ക് സാധിച്ചിട്ടില്ല. വഴിവിട്ട എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും രീതിയിലുള്ള ഒരു സഹായം നൽകിയിട്ടില്ല എന്ന കാര്യം കൃത്യമായിട്ട് ആവർത്തിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്.